ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പം ചുടാൻ വേണ്ടിയിട്ട്. വെള്ളയപ്പമാണ്. അപ്പോൾ കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അപ്പം കടലയും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ തന്നെയാണ്. അങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അങ്ങനെ അപ്പവും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നു. അപ്പോൾ ഇന്ന് വേറെ ജോലികളൊന്നും ഇല്ലല്ലോ, കുക്കിംഗ് ഒന്നും ഇല്ല ഇനി. അപ്പോൾ അതുകൊണ്ട് അലക്കാനും അടിച്ചു വാരാനും പാത്രം കഴുകാനും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടായില്ല, അതെല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 മണി 11:30 മണിയൊക്കെ ആയപ്പോഴത്തേനും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴാണ് ഞങ്ങൾ പോകാനിറങ്ങിയത്. അപ്പോൾ പോകണത് ഓടക്കാലി പാനിപ്ര എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ അവിടെ ആണ് ബേബി ഷവറാണ് കേട്ടോ ഫങ്ഷൻ. നമ്മുടെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇപ്പം അതിന് ബേബി ഷവർ എന്നൊക്കെയല്ലേ പറയണത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാട്ടോ, വെയിലൊക്കെ ഉണ്ട്. നല്ല ചുറ്റുപാടുമൊക്കെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഈ മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാം റെഡി ആയിട്ടിരിക്കാനുള്ള മരങ്ങളും എല്ലാം. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര കാറ്റ് വന്നിട്ട്, കാറ്റും മഴയും എല്ലാം കൂടി വന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി നിൽക്കുകയാണ്. ഈ ടൗൺ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉൾപ്രദേശം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് മഴയും കാറ്റൊക്കെ വരുമ്പോൾ എല്ലായിടത്തും ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മരക്കൊമ്പൊക്കെ ഒടിഞ്ഞ് ചാടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്യാതെ അവിടെ നിൽക്കുകയാണ് മഴ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നു കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഈ കാറ്റത്ത് വേറെ പറമ്പിലൊക്കെ നിൽക്കണ തെങ്ങിൻ്റെയൊക്കെ ഓലമടലൊക്കെ റോട്ടിലേക്ക് ഇങ്ങനെ കാറ്റെടുത്തുകൊണ്ട് ചാടിക്കണ്ടായിട്ടോ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ശാന്തമായി. ഭയങ്കര കാറ്റ്, ആ കാറ്റോടുകൂടി പെട്ടെന്നൊരു മഴ, അതോടുകൂടി ആ മഴയും അങ്ങനെ ശമിച്ചു കേട്ടോ. ഒരുപാട് നേരമൊന്നും ആ മഴ ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തേങ്ങാച്ചോറും ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു നമ്മുടെ ഫുഡ്. അവിടെ ചെന്നിട്ടുള്ളതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല ഫങ്ഷനൊക്കെ ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, ഫാമിലി എല്ലാവരും ഉണ്ടായി. പിന്നെ ഈ പോകുന്ന വഴി ഉള്ള ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും അധികം വണ്ടികളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോണതാണ്. നമ്മൾ ടൗണൊക്കെ കവർ ചെയ്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. എനിക്കിങ്ങനെ മഴ പെയ്ത് തോർന്ന് കാണുന്ന റോഡും മരങ്ങളും കാഴ്ചകളൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. വീടുകളും എല്ലാം ഇങ്ങനെ കണ്ട് അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും അതായിരിക്കും. മഴ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ റോട്ടിലൊന്നും പൊടിയൊന്നുമില്ലല്ലോ. മഴ പെയ്ത് വെള്ളം കാരണം കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും പൊടിപടലങ്ങളൊന്നുമില്ല, ശാന്തമായിട്ട് അങ്ങനെ പോകാം. ചെറുപ്പത്തിൽ ഈ സ്കൂളിലൊക്കെ പണ്ട് നടന്നു പോകണതൊക്കെ ഓർക്കൂട്ടോ. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നടന്നല്ലേ സ്കൂളിൽ പോകണത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് മുതൽ ഒരു പോസ്റ്റ് വരെ നടക്കും, ഒരു പോസ്റ്റ് മുതൽ അടുത്ത പോസ്റ്റ് വരെ ഓടും. അങ്ങനെയൊക്കെ സ്കൂളിൽ പോയ ഓർമ്മ അങ്ങനെ ഓർത്തുകൊണ്ട് പോകട്ടെ. ഞാനിപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. പണ്ടൊക്കെ അങ്ങനെയാണ് പോയേ. ഇപ്പോൾ പിള്ളേരൊന്നും മുറ്റത്തുനിന്ന് നേരെ സ്കൂൾ ബസ്സിൽ കയറുക, ബസ്സിൽ നിന്ന് സ്കൂളിൽ ഇറങ്ങുക, തിരിച്ച് വീട്ടിൽ വന്ന് ഇറങ്ങുക. ഒട്ടും തന്നെ കുട്ടികൾ നടക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവായിരുന്നു. ഇതിപ്പോൾ തിരിച്ചു വന്ന വഴിയാട്ടോ. തിരിച്ചു വരുമ്പോഴും മഴയെല്ലാം മാറി നല്ല ശാന്തമായിട്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ റോഡൊക്കെ കാണാൻ നല്ല ഭംഗി. അപ്പോൾ വെറുതെ വീഡിയോ എടുത്തു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല പെരുമഴയായിട്ടാണ്. അപ്പോൾ രാവിലെ അലക്കിയിട്ട തുണികളൊക്കെയാണ് കിടക്കുന്നത്.
എന്തായാലും പോയി വന്ന വരെ മഴയൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് പിന്നെ പെരുമഴ പെയ്തത്. പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. ചായ ഇട്ട് കുടിച്ച് കഴിയുമ്പോഴും പുറത്ത് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം വീണ്ടും പോയി മഴയൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നു. നല്ല മഴയാണ്. മഴ കണ്ടിപ്പോൾ മഴ കാണാത്ത രീതിയിലായിട്ട്, എന്നാലും എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.